ഓക്കെ, നമുക്ക് ആറാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. എടാ, ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മളെ കോർഡിനേറ്റ് സെക്ഷൻ ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേറ്റ് സെക്ഷൻ സ്ട്രെയിറ്റ് ലൈനിന്റെ ചില കൺസെപ്റ്റ് മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആട്ടോ. ഇവിടെ എന്താ, ലെറ്റ് ദ ഇമേജ് ഓഫ് ദി പരാബോള. എന്റെ കയ്യിൽ ആരുണ്ട്? ഒരു പരാബോള ഉണ്ട്. ആ പരാബോള ഏതാ? എക്സ് സ്ക്വയർ ഈക്വൽ 4y ആണ് അല്ലെ. ഈ പരാബോള ഏതാ? എക്സ് സ്ക്വയർ ഈക്വൽ 4y ആണ് അല്ലെ. ഈ പരാബോളിന്റെ ഇമേജ് അല്ലെ എബൌട്ട് ദ ലൈൻ ആരാ? എക്സ് മൈനസ് വൈ ഈക്വൽ 1 അല്ലെ. ലൈൻ ആരാ? എക്സ് മൈനസ് വൈ ഈക്വൽ 1. എക്സ് മൈനസ് വൈ. അപ്പൊ ഇതൊരു ലൈനാരാ? എക്സ് മൈനസ് വൈ ഈക്വൽ 1 അല്ലെ. അപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ 1 എന്ന് പറഞ്ഞാലേ എക്സ് മൈനസ് വൈ മൈനസ് 1 0 അല്ലേ അല്ലെ. അപ്പൊ അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞ എന്താണ്? അത് വേറൊരു പരാബോളയാണ് അല്ലെ. ആ പരാബോളിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത്? വൈ പ്ലസ് ആൽഫ ഹോൾ സ്ക്വയർ ഈക്വൽ ബി ഇൻറ്റു എക്സ് മൈനസ് സി ആർ വേർ എ ബി സി ഈസ് നാച്ചുറൽ നമ്പർ ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി അല്ലെ. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പരാബോളിന്റെ ഇമേജ് വേറൊരു പരാബോളയാണ് അല്ലെ. ആ പരാബോളിന്റെ ഇക്വേഷൻ എന്താണ്? ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഇത് എ ആട്ടോ, ഇത് ആൽഫയിൽ ഇത് എ ആണ്, ഇത് എ ആട്ടോ, ദിസ് ഇസ് എ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഈ എയും ബിയും സിയും കിട്ടണമെങ്കിൽ ആദ്യം ഇതിന്റെ ഇക്വേഷൻ കണ്ടപ്പോഴാ അല്ലെ. ആ ഇക്വേഷൻ സപ്പോസ് വെറുതെ എക്സാമ്പിൾ ആണ്, ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കും. വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ 8 ഇൻറ്റു എക്സ് മൈനസ് 3 ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെ കിട്ടുകയാണെങ്കിൽ എ എന്താ? 1 ആണ്, ബി എന്താ? 8 ആണ്, സി എന്താ? 2 ആണ്, 3 ആണ് അല്ലെ. അപ്പൊ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഈ കാണുന്ന പരാബോളിന്റെ ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് എ എന്താ, ബി എന്താ, സി എന്താന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ എന്റെ ലക്ഷ്യം എന്താണ്? ഈ പരാബോളിന്റെ ഇക്വേഷൻ കാണും അല്ലെ. അതിനോട് യൂസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ എടാ ഈ പരാബോളിന്റെ പാരാമെട്രിക് ഫോം എന്താ? എക്സ് സ്ക്വയർ ഈക്വൽ 4ay ടൈപ്പ് അല്ലേ. എക്സ് സ്ക്വയർ ഈക്വൽ 4ay ആണെങ്കിൽ അതിന്റെ പാരാമെട്രിക് ഫോം 2at at സ്ക്വയർ അല്ലേ. വൈ സ്ക്വയർ 4x ആണെങ്കിൽ at സ്ക്വയർ 2at അല്ലെ. എക്സ് സ്ക്വയർ 4ay ആണെങ്കിൽ 2at at സ്ക്വയർ 2at at സ്ക്വയർ. അവിടെ a 1 അല്ലേ. 4a 4 ആണ്, അപ്പൊ a എന്താണ്? 1 ആണ്. a 1 ആയപ്പോ എന്താ? 2at, അപ്പൊ 2t at സ്ക്വയർ t സ്ക്വയർ അല്ലെ. പാരാമെട്രിക് ഫോം 2at at സ്ക്വയർ അല്ലേ. a 1 ആയതുകൊണ്ട് 2t t സ്ക്വയർ ആവും അല്ലെ. അങ്ങനെയെങ്കിൽ അതിന്റെ ഇമേജ് ഇവിടെ വരൂലേ, ഈ പോയിന്റ് ആവൂലേ അല്ലെ. ആ പോയിന്റ് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കും. ആ പോയിന്റ് ഞാൻ ആൽഫ കോമ ബീറ്റ ആക്കി എടുത്താലേ എങ്ങനെ ആൽഫ കോമ ബീറ്റ ആണ്? എടാ ഈ പോയിന്റിന്റെ ഇമേജ് അല്ലേ ഇത് അല്ലെ. എടാ ഒരു പോയിന്റ് ഇമേജ് കാണുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? എങ്ങനെ? എക്സ് മൈനസ് എക്സ് 1 ബൈ എ വൈ മൈനസ് വൈ 1 ബൈ ബി മൈനസ് 2 ഇൻറ്റു എ എക്സ് 1 പ്ലസ് ബി വൈ 1 പ്ലസ് സി ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പഠിച്ചല്ലേ, ബൈ ഹാർട്ട് ചെയ്തല്ലേ അല്ലെ. അത് യൂസ് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചാ. അപ്പൊ എന്താ വരിക? ഇതാ ആൽഫ മൈനസ് 2t ഡിവൈഡ് ബൈ എക്സിന് ക്വോഷ്യന്റ് 1 അത് എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. പിന്നെയോ ബി മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ വൈൻ്റെ ക്വോഷ്യന്റ് മൈനസ് 1 അല്ലേ ഈക്വൾ മൈനസ് 2 ഇൻറ്റു ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കല് ചെയ്യുക. അപ്പൊ എന്താ? എക്സ് എന്തായി? 2t അല്ലെ. മൈനസ് വൈ എന്താ? ടി സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ 1 ആണ്, ബി മൈനസ് 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ 2 അല്ലേ വരിക അല്ലെ. ഇപ്പൊ എന്താടാ? ഈ 2 ഇൻറ്റും കട്ട് ചെയ്യാം. അപ്പൊ എന്താ? ആൽഫ മൈനസ് 2t. അവിടെ ഈ മൈനസ് ഇങ്ങോട്ട് കൊടുത്താലേ ബീറ്റ മൈനസ് ടി സ്ക്വയർ തിരിയൂലേ അല്ലെ. ഈ മൈനസ് ഇങ്ങോട്ട് കൊടുത്താലേ ബീറ്റ മൈനസ് ടി സ്ക്വയർ തിരിയും. അപ്പൊ എന്താവും? ടി സ്ക്വയർ മൈനസ് ബീറ്റ അല്ലെ. ഇവിടെയോ ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തു തരിക മൈനസ് 2t അല്ലെ പ്ലസ് ടി സ്ക്വയർ പ്ലസ് 1 ആവൂലേ. ഓക്കെ, അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കാളെ. അങ്ങനെ ഞാൻ ആദ്യം ഇത് രണ്ടിക്കും എഴുതും. അപ്പൊ എന്താ? ആൽഫ മൈനസ് 2t എന്താ? മൈനസ് 2t പ്ലസ് ടി സ്ക്വയർ പ്ലസ് 1 അല്ലേ. ഈ മൈനസ് 2t പ്ലസ് 2 പോയാലേ ആൽഫ എന്താ? ടി സ്ക്വയർ പ്ലസ് 1. ആൽഫ എന്താ? ടി സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അവിടെ ആൽഫ എന്നല്ല ഞാൻ ഇതിന് വേണമെങ്കിൽ എക്സ് കോമ വൈ എന്ന് വിളിക്കണോ അല്ലെ, അവസാനം വിളിക്കാം. അപ്പൊ ആൽഫ എന്താ? ടി സ്ക്വയർ പ്ലസ് 1. ആൽഫ ടി സ്ക്വയർ പ്ലസ് 1 ആണ്. അതുപോലെ ഇത് രണ്ടും ഈക്വൽ അല്ലേ അല്ല. അപ്പൊ എന്താ? ടി സ്ക്വയർ മൈനസ് ബീറ്റ് എന്താണ്? മൈനസ് 2t പ്ലസ് ടി സ്ക്വയർ പ്ലസ് 1 അല്ലേ. ടി സ്ക്വയറും കട്ട് ചെയ്യാം അല്ലെ. ആ ബീറ്റ് എന്താണ്? ഈ മൈനസ് ഇങ്ങോട്ട് കൊടുത്താലേ മൈനസ് 2t പ്ലസ് 2t ആവും. പ്ലസ് 1 മൈനസ് 1 ആവില്ലേ. സോ ബീറ്റ ആരാ? 2t മൈനസ് 1 അല്ലെ. എടാ ബീറ്റ 2t മൈനസ് 1. ഇനി ഞാനേ എടാ എന്റെ ലക്ഷ്യം എന്താണ്? ഇത് ശരിക്കും പാരാമെട്രിക് ഫോമാ അല്ലെ. ഈ കാണുന്ന കർവിന്റെ പാരാമെട്രിക് ഫോം കിട്ടി അല്ലെ. ആൽഫ ആരാ? ടി സ്ക്വയർ പ്ലസ് 1, ബീറ്റ ആരാ? 2t മൈനസ് 1 അല്ലെ. എനിവേ ഞാൻ ആൽഫ എക്സ് വിളിച്ചു. ഇവിടെ ആൽഫ എക്സ് കോണിറ്റ് അല്ലേ. അപ്പൊ ഇതാരാ? എക്സ്. അവിടെ ബീറ്റ വൈ കോണിറ്റ് അല്ലേ. അപ്പൊ ഇതാരാ? വൈ. അപ്പൊ എന്തുണ്ട്? എക്സ് ആരാ? ടി സ്ക്വയർ പ്ലസ് 1. ആൽഫ എക്സ് കോണിറ്റ് അല്ലേ. അപ്പൊ എക്സ് ആരാ? ടി സ്ക്വയർ പ്ലസ് 1. വൈ ആരാ? 2t മൈനസ് 1. അവിടെ വൈ 2t മൈനസ് 1 ആകുമ്പോഴേ വൈ പ്ലസ് 1 2t അല്ലേ. വൈ പ്ലസ് 1 ആരാ? 2t അല്ലെ. സോ വൈ പ്ലസ് 1/2 ആരാ? ടി അല്ലേ. അത് ഇവിടെ കൊടുത്തിട്ടാ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1 അല്ലേ. വാട്ട് ഇസ് ടി സ്ക്വയർ? ടി എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് 1/2 അല്ലേ. അപ്പൊ ടി സ്ക്വയർ എന്താ?
വൈ പ്ലസ് 1/2 സ്ക്വയർ അല്ലേ? അപ്പൊ വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ 4 അല്ലേ? പ്ലസ് 1 ആവും അല്ലേ? വേണമെങ്കിൽ ഞാൻ ഒരു ജനറൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടി എല്ലാം 4 കൊണ്ട് പഠിപ്പിക്കാം അല്ലെ? അപ്പം എന്തായി 4x ഈക്വൽ ടു ഇവിടെ 4 കട്ട് ചെയ്ത് പോകില്ലേ? 4 കട്ട് ചെയ്ത് പോകില്ലേ? അപ്പം എന്തായി വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 ആവില്ലേ അല്ലെ? ഇത് ഇങ്ങോട്ട് എന്തായി 4x മൈനസ് 4 എന്താ വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലെ? ഇനി അങ്ങനെ ഇത് തിരിച്ചിട്ട് വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടുന്ന് 4 കോമൺ എടുത്താലേ 4 ഇൻറ്റു എക്സ് മൈനസ് 1 ആവില്ലേ അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താന്ന് പറഞ്ഞിട്ട് വൈ പ്ലസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു വൈ പ്ലസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് മൈനസ് സി ആ ബി ഇൻറ്റു എക്സ് മൈനസ് സി അല്ലെ? അപ്പൊ എ എന്താണ് 1 അല്ലേ? എ എന്താ 1, ബി എന്താ 4 അല്ലെ? സി എന്താ 1, A1 B4 C1 A1 B4 C1 കാണാൻ പറഞ്ഞ എ പ്ലസ് ബി പ്ലസ് സി അല്ലേ അല്ലെ? എന്താ എ പ്ലസ് ബി പ്ലസ് സി 1 + 4 + 1 ആൻസർ എന്താ 6 ആണ് അല്ലെ? 6 എന്ന് മനസ്സിലാക്കുക.